യു.ഡി.എഫിന്റെ ഉറച്ച കോട്ട കോൺഗ്രസിന്റെ കരുത്തനായ ആര്യാടൻ മുഹമ്മദ് 8 തവണ വിജയിച്ച നിലമ്പൂർ മണ്ഡലം. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെ മുതലെടുത്ത് എൽ.ഡി.എഫിന്റെ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം. ആര്യാടന്റെ പാരമ്പര്യത്തെ തകർത്ത് കോൺഗ്രസ് കോട്ടയ്ക്ക് മുകളിൽ ഇടത് സ്വതന്ത്രൻ ചെങ്കൊടി പാറിച്ചു. 2ാം തവണയും ആധികാരിക വിജയത്തോടെ പി.വി. അൻവർ നിലമ്പൂരിൽ തന്റെ കസേര ഉറപ്പിച്ചു. ഇപ്പോഴിതാ ഇടത് അടിക്കളിയിളക്കി അൻവർ മുന്നണിക്ക് പുറത്തു ചാടിയതോടെ സംജാതമായ ഉപതെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ മണ്ഡലം തിരികെ പിടിച്ചിരിക്കുകയാണ് യു.ഡി.എഫ്. അൻവർ തട്ടിയെടുത്ത വിജയം ഇത്തവണ തിരിച്ചെടുത്ത് പിതാവിന്റെ ആഗ്രഹം സഫലമാക്കിയിരിക്കുകയാണ് ഷൗക്കത്ത്. ആര്യാടൻ മുഹമ്മദ് അവസാനം നേടിയ 5000 വോട്ടിന്റെ ഭൂരിപക്ഷത്തെ ഇരട്ടിയാക്കിയാണ് മകന്റെ മുന്നേറ്റം. ഇത് വാപ്പ ആഗ്രഹിച്ചിരുന്ന വിജയമാണ്. അത് നേടിയെടുക്കാനതിൽ വലിയ ചാരിതാർത്ഥ്യമുണ്ടെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പ്രതികരിച്ചത്. വോട്ടെടുപ്പിന്റെ എല്ലാ ഘട്ടത്തിലും ആര്യാടൻ ഷൗക്കത്താണ് മുന്നിട്ടു നിന്നത്. എൽ.ഡി.എഫിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും ആര്യാടൻ ഷൗക്കത്ത് മികച്ച വോട്ട് ഷെയർ സ്വന്തമാക്കി. എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ബൂത്തിലും ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ഉയർത്തിയത് CPM-നെ ഞെട്ടിച്ചിരിക്കുകയാണ്. 2016 ആര്യാടൻ മുഹമ്മദ് മാറി നിന്ന തെരഞ്ഞെടുപ്പിൽ അൻവർ നിലമ്പൂരിൽ ഷൗക്കത്തിനെതിരെ സ്ഥാനാർത്ഥിയായി വിജയിച്ചു. 2021 ഷൗക്കത്ത് സീറ്റ് മോഹിച്ചെങ്കിലും അന്നത്തെ DCC പ്രസിഡന്റായിരുന്ന VV പ്രകാശനാണ് അന്ന് നറുക്ക് വീണത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 76.71 ആയിരുന്നു. വോട്ടെണ്ണലിന് ദിവസങ്ങൾക്ക് മുമ്പ് പ്രകാശ് മരണപ്പെട്ടു. ചെറിയ ഭൂരിപക്ഷത്തിലാണ് 2ാം തവണ അൻവർ ജയിക്കുന്നത്. 78,527 വോട്ട് VV പ്രകാശ് നേടി. 81,227 വോട്ട് നേടി നേരിയ ഭൂരിപക്ഷത്തിലാണ് അൻവർ വിജയിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 1224 വോട്ടുകൾ കൂടുതൽ പോൾ ചെയ്തിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,73,443 വോട്ടാണ് ആകെ പോൾ ചെയ്തതെങ്കിൽ ഇത്തവണ 1,74,667 വോട്ടാണ് പോൾ ചെയ്യപ്പെട്ടത്. ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ സ്ഥാനാർത്ഥിയെ ചൊല്ലി കോൺഗ്രസിൽ തുടക്കത്തിൽ കല്ലുകടിയുണ്ടായി. പിണറായി സത്തെ തോൽപ്പിക്കണമെന്ന മുദ്രാവാക്യത്തോടെ അൻവർ കളം നിറഞ്ഞെങ്കിലും ആര്യാടൻ ഷൗക്കത്തിന് തുടക്കം മുതൽ അൻവർ ചെക്ക് വെച്ചിരുന്നു. ഷൗക്കത്തുമായി അൻവറിന് കുടുംബപരമായി തന്നെ രാഷ്ട്രീയ വൈരാഗ്യമുണ്ട്. സ്വതന്ത്രനും ഇടതു സ്വതന്ത്രനുമായി ഒടുവിൽ UDF-ന്റെ വാതിൽക്കൽ അഭയം കാത്തു നിന്നപ്പോഴും ആ വൈരത്തിൽ കുറവൊന്നുമുണ്ടായില്ല. ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ താൻ പിന്തുണയ്ക്കില്ലെന്നും പകരം DCC പ്രസിഡന്റായ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നുമായിരുന്നു അൻവറിന്റെ ആവശ്യം. എന്നാൽ UDF അൻവറിനെ തള്ളി. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ഒടുവിൽ മണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ ബാപ്പുട്ടിക്ക. ന്യൂസ് ഡെസ്ക് ഈ ചാനൽ. ഇടനെഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം. എംപയർ കോളേജ് ഓഫ് സയൻസ്. Empire College of Science, Moondal, Kuttipuram, Malappuram.